ഇടുക്കി അടിമാലിയിൽ ആദിവാസി യുവാവ് വൈദ്യുതാഘാതമേറ്റു മരണപ്പെട്ട സംഭവത്തിൽ കെഎസ്ഇബിക്കെതിരെ പ്രതിഷേധവുമായി ആദിവാസി മുതുവൻ സഭ. മരണം സംഭവിച്ചത് കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അഖിൽ, ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ നിലവിലത്തെ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി, ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ അടിമാലിയിൽ വൈദ്യുതി ലൈനിന്റെ ടച്ച് വെട്ടുന്നതിനിടെ പടിക്കപ്പുന്നതിയിലെ രാജപ്പൻ, ആനി എന്നിവരുടെ മകനായ രമേശ്, 24 വയസ്സുകാരനായ രമേശ് കെഎസ്ഇബിയിലെ കരാർ തൊഴിലാളിയാണ്. ലൈനിന്റെ ടച്ച് വെട്ടുന്നതിനിടയിൽ വൈദ്യുത ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലേക്ക് നയിച്ച കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ടച്ച് വെട്ടുന്നതിനിടയിൽ രമേശ് വൈദ്യുതി ലൈനിലെ ഫ്യൂസ് ഊരാൻ ശ്രമിക്കുകയും ആ ഫ്യൂസ് ഊരുന്നതിനിടയിൽ രമേശിന് ഷോക്ക് ഏൽക്കുകയുമായിരുന്നു. അതേ തുടർന്നാണ് രമേശ് മരണപ്പെടുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രമേശ് കരാർ തൊഴിലാളിയാണ്. കെഎസ്ഇബിയുടെ സ്ഥിര ജീവനക്കാർ നോക്കി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന്, കനത്ത മഴയുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഫ്യൂസ് ഊരുന്നതിനടക്കമുള്ള ഒരു കാര്യത്തിന്, കൃത്യമായ അപകടങ്ങളുള്ള ഒരു കാര്യത്തിന് കരാർ തൊഴിലാളിയെ നിയോഗിക്കുക എന്നുള്ളത് ചട്ടവിരുദ്ധമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് രമേശിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ രമേശിൻ്റെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണം, കൃത്യമായി അവരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ അടിമാലിയിൽ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രമേശിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ് നിലവിൽ കുടുംബവും ഉന്നതിയിലെ ആളുകളും ഉള്ളത്. കൃത്യമായ ഉറപ്പ് കളക്ടറുടെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ കൃത്യമായ ഉറപ്പ് ഈ കാര്യത്തിൽ നഷ്ടപരിഹാരവും കൃത്യമായ പുനരധിവാസവും കുടുംബത്തിന് ഉറപ്പ് നൽകാത്ത ഘട്ടത്തിൽ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കുടുംബമുള്ളതും ഉന്നതിയിലെ ആളുകളുള്ളതും. എന്തുതന്നെയായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കെഎസ്ഇബിയുടെ സ്ഥിര ജീവനക്കാർ നോക്കി നിൽക്കുമ്പോൾ, കൃത്യമായി പരിശീലനം ലഭിച്ച ആളുകൾ നോക്കി നിൽക്കുമ്പോൾ, കരാർ തൊഴിലാളിയായി 24 വയസ്സ് മാത്രം പ്രായമുള്ള രമേശിനെ ഇത്തരത്തിൽ ഫ്യൂസ് ഊരാൻ നിയോഗിച്ചതാണ്. കനത്ത മഴയുണ്ടായിരുന്ന ഘട്ടമാണ്, പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ നിയോഗിച്ചതാണ്. കെഎസ്ഇബിയുടെ അനാസ്ഥയാണ് ഇത്തരത്തിൽ രമേശിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. സിന്ധൂരി, ശരി, വ്യക്തമാണ് അഖിൽ. ഇടുക്കി അടിമാലിയിലാണ് ആദിവാസി യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ കെഎസ്ഇബിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആദിവാസി വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കൃത്യമായി ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന തീരുമാനത്തിലാണ് ആദിവാസി മുതുവൻ സഭ. അഖിൽ TS ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.